വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കുമെന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാർ വന അതിർത്തികളിൽ 250 ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെടുത്ത 15 തീരുമാനങ്ങൾ നടപ്പാക്കിയെന്ന തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നത് തടയാൻ റിസോർട്ടുകൾക്ക് നോട്ടീസ് നൽകുമെന്നും മന്ത്രി. അതിർത്തി മേഖലകളിൽ പട്രോളിംഗിന് 13 സ്ക്വാഡുകളെ നിയോഗിക്കും. സോണൽ കൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സോണൽ, വിശദാംശങ്ങൾ. ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് അത്തരത്തിലൊരു മന്ത്രിതല യോഗം വയനാട്ടിൽ ബത്തേരിയിൽ ചേർന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് തങ്ങളുടെ പരിമിതികളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികളും മറ്റും തന്നെ അവിടെ എത്തിയത്. എന്നാൽ കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള സംഘടന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവിടുന്ന് യോഗം ബഹിഷ്കരിച്ച് പുറത്തു വരുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇതിനുശേഷമാണ് ഇവർ ഒരു ബ്രീഫിംഗ് എന്ന നിലയിൽ മന്ത്രിമാരെല്ലാം തന്നെ മാധ്യമങ്ങളെ കണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ള 27 തീരുമാനങ്ങളിൽ 12 എണ്ണം നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു അവകാശവാദം. എന്നാലും ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾക്ക് ജോലി നൽകുന്നതുമായ തീരുമാനങ്ങളൊന്നും തന്നെ കൃത്യമായിട്ടൊരു പ്രതികരണം അതിലൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ഈ മന്ത്രിമാർ ഈ മരണപ്പെട്ട ഈ ആളുകളുടെ വീടുകളിലേക്ക് സന്ദർശനത്തിനായി എത്തും എന്നുള്ള വിവരം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകമായിരിക്കും ഇവർ ഈ ഒരു സന്ദർശനത്തിനായിട്ട് ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഇവർ പറഞ്ഞിട്ടിൽ നിന്നുള്ളത് 2 നടപടികളാണ് പ്രധാനമായി സ്വീകരിക്കുക. അതായത് ഈ നിലവിൽ വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ഏതൊക്കെ സജ്ജീകരണങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത്തരം അപകടങ്ങളിൽ പെട്ട് കഴിയുന്നവർക്ക് നഷ്ടപരിഹാര തുക കൊടുക്കേണ്ട കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ കൊണ്ടുവരും എന്നുള്ളതാണ് പ്രധാനമായി വനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത്, അതായത് നിലവിൽ ഒരു RRT സംഘമാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആനയും പുലിയും ഇറങ്ങിയ സ്ഥിതിക്ക് 2 RRT സംഘത്തെ കൂടി പിന്നീട് നിയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരെ ഇവിടെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങൾ, അതായത് ആനമതിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് അത് വേണ്ടിടത്ത് വേണ്ട പോലെ സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വിശദീകരണം മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 13 കോടി രൂപ ജില്ലയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മന്ത്രിമാർ പറയുന്നുണ്ടായി. അതുപോലെ തന്നെ പുതിയ ഡ്രോണുകൾ ഈ സ്ഥലത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നതിനും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പുതിയ ഡ്രോണുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ ക്യാമറകൾ സ്ഥാപിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വന്നിട്ടുണ്ട്. എന്നാലാണ് കൃത്യമായിട്ട് ഈ കാട് വിട്ടിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനത്തിൽ കൂടുതലൊരു പുതിയ രീതികൾ കൊണ്ടുവന്ന് കൂടുതൽ, അതായത് ജനങ്ങളിലേക്ക് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് കേരളത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പ്രധാനമായും ഈ യോഗത്തിന് ശേഷം മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്.